അപ്പോൾ ഇന്ന് ഞാൻ ഒരു സുഗീൻ ഉണ്ടാക്കാൻ പോകുക കേട്ടോ. ഇതാ ചെറുപയർ പിന്നെ വേവിച്ച് കുക്കറിലിട്ടിട്ട് എന്നിട്ട് ഇപ്പോൾ ശർക്കര വെള്ളം ഉരുക്കി വെച്ചു. അപ്പോൾ കുറച്ച് വെള്ളം കൂടിയ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ലേശം ഞാനിതാ അവിലിടുന്നുണ്ട് കേട്ടോ. അവിൽ ഇട്ടിട്ട് പാകമാക്കുകയാണ്. അതിലിട്ടിട്ട് നല്ലോണം ഒന്നുകൊണ്ട് എടുത്തേക്ക് കേട്ടോ, പാകമാക്കിയിട്ട്. അപ്പോൾ അവിലൊന്നിട്ട് വീട്ടി വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ അവിൽ ഇതിനൊരു പാത്രമാണ് ഇട്ടിട്ട് ഇട്ടത്. അപ്പോൾ ഈ അവിലൊന്ന് നല്ലോണം, പിന്നെ നല്ല മധുരമുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ കയ്യിൽ സ്പൂൺ കൊണ്ട് വെച്ചിട്ട് കേട്ടോ ഇതാക്കണം. ഇനിയിപ്പോൾ കൈ കൊണ്ട് പിന്നെ കുഴക്കേണ്ട ഇതാക്കാമല്ലോ വെച്ചിട്ട്. അപ്പോൾ ഇതൊന്നിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ അതൊന്നാണ്ട് വീർത്ത് കിട്ടും. ഒന്നാണ്ട് ഈ എന്താ പറയുക ഇതില്ല അവിലൊന്നുകൊണ്ട് കുതിർന്ന ഒന്നുകൂടി പിരിച്ചല്ലോ. അപ്പോൾ അതൊന്ന് ചെയ്തുവെച്ചാൽ മധുരമൊക്കെ പാകം വെക്കും. അപ്പോൾ അതൊന്ന് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ അതിലേക്കുള്ള ഈ മൈദ കൂട്ടിയേക്കട്ടെ. മൈദയിൽ മുക്കിയിട്ടാണല്ലോ പൊരിക്കുക. അപ്പോൾ എല്ലാവരും എന്തിലാണ് മുക്കുന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 4 മണി ചായക്ക് അപ്പം ഇന്ന് രാവിലെ ഞാൻ പിന്നെ ചെറുപയർ ഉണ്ടാക്കാൻ വിചാരിച്ചാൽ നോക്കി വെക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കിയില്ല. അപ്പോൾ ഞാൻ ചട്ടിനി ഉണ്ടാക്കി കേട്ടോ അപ്പത്തേക്ക്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുകയാണ് 4 മണി ചായക്ക്. അപ്പോൾ നാളെ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഇതിലേക്കുള്ള മാവാണ് കേട്ടോ. ഇതിൽ അത് ഉരുട്ടിയിട്ട് ഇതിൽ മുക്കിയിട്ടാണല്ലോ നമ്മൾ പൊരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ സ്പൂണോട് ഒരു കയ്യിൽ മൊബൈലും പിടിച്ചിക്കുക കേട്ടോ. അപ്പോൾ അതിൽ പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ പാകമാക്കുക. എന്നിട്ട് ഇതിലേട്ട മുക്കുക. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് വെറും മൈദ കറക്റ്റിനുള്ളിക്കുന്നത്, വേറെ ഒന്നും ഇടുന്നില്ല. പിന്നെ അതിൽ പഞ്ചസാര ഏലക്കായ ഒക്കെ പൊടിച്ചിട്ടിടും. ചിലവർ തേങ്ങയൊക്കെ ഇടും തോന്നുന്നു, കൊത്തു തേങ്ങയൊക്കെ നുറുക്കിയിട്ടിടും. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഞാൻ ഇടുന്നില്ല. ഉരുട്ടണേറ്റ് നമ്മൾ അതിങ്ങനെ ഇതിൽ മുക്കിയിട്ടാണ് പൊരിക്കട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ച് തരാം വെച്ചിട്ടങ്ങൾക്ക്. എന്നിട്ട് പൊരിച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്താ നല്ല ചൂടാ മക്കളെ. ഇവിടെ മൊബൈൽ പിടിച്ച് നിൽക്കാനൊന്നും പറ്റണില്ല. എന്ത് ചൂടാച്ചിട്ടാ. നിങ്ങളവിടെ മഴയൊക്കെ ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇവിടെ ഒറ്റപ്പാലം പാലക്കാട് ജില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്. എല്ലായിടത്തും നല്ല ചൂട് തന്നെയാണ്. എന്നാലും ഇവിടെ ഭയങ്കര ചൂട്. ഞങ്ങൾക്ക് ഇവിടെ ഈ പാടം, ഇവിടെ മരങ്ങളൊന്നുമില്ല, വെക്കാനുള്ള അധികം സ്ഥലവും ഇല്ല. ഉള്ള മരമൊക്കെ കുഞ്ഞിയതായിരിക്കുമല്ലോ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതാട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള മാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടോ. അപ്പം ഇനി ഇതിൽ മുക്കിയിട്ടാണ് പൊരിക്കുക. ചൂട് വേണം വെള്ളം നോക്കട്ടെ. ഞാനിപ്പോൾ ആകെ നോക്കിയിട്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് വീർത്ത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് സെറ്റായി വന്നാൽ ഇതിൽ മുക്കല് വേണ്ടല്ലോ. അപ്പോൾ അതിന് ഇതൊന്ന് കണ്ടോക്കി കളി. ഇനി ഞാൻ പൊരിച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ അതിലേക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ അതിലിപ്പോൾ മനസ്സിലായില്ല, അതായത് ഇങ്ങനെ കുഴച്ച് ഇതിൽ മുക്കേ വേണ്ടുള്ളൂ. ഇതിപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിക്കണം, കുറച്ച് കഴിഞ്ഞാൽ റെഡിയാവും. ഇതാണ്ടോ ഇങ്ങനെ മുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൽ മുക്കുക ചെയ്യണം. അപ്പോൾ ഇനി ഇതിൽ മുക്കിയിട്ട് പൊരിക്കല് ചെയ്യണം. അപ്പോൾ ഞാൻ പൊരിച്ചിട്ട് കുറച്ച് നേരം കേട്ടോ. അപ്പോൾ അതാട്ടോ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് സുഗീന്. അപ്പോൾ അത് ഞാൻ തിന്നപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഒരു കടി കഴിച്ചു. അപ്പോൾ അത് ഞാൻ ആദ്യം ഈ മഞ്ഞൾ ഇടാതെ മൈദയിൽ ഒന്ന് മുക്കി വെക്കിയതാട്ടോ. അപ്പോൾ അത് വലിയ ഒരു ഭംഗി തോന്നില്ല. അപ്പോൾ അതിന് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മൈദയിൽ കലക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, നന്നായിട്ട് ഇട്ടിട്ടോ. അതിലൊന്നും കൂട്ടിയിട്ടില്ല. ചെറുപയറും പിന്നെ അവിലും പിന്നെ ഏലക്കായും പൊടിച്ചിട്ടു. പിന്നെ ശർക്കര വെള്ളം ഉരുക്കിയിട്ട് ഞാൻ വെന്തതിൻ്റെ ശേഷം ഒഴിക്കുക ചെയ്തിട്ടോ. പിന്നെ മൈദയിൽ മുക്കി പൊരിച്ചു. അപ്പോൾ എല്ലാവരും 4 മണി ചായക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കിട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവില്ലേ. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.